പച്ചക്കറികളെല്ലാം കാണിച്ചുകൊണ്ടൊരു വീഡിയോ എടുക്കാൻ തോന്നിയപ്പോൾ അങ്ങനത്താണ് വീഡിയോ. പിന്നെ ഇത് നമ്മൾ ഈയിടെ വെച്ചാണ് ഈ ഒരു മഞ്ഞ ഇലയുള്ള ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ ഒരെണ്ണം നേരത്തെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ രണ്ടെണ്ണം കൂടെ കൊണ്ടുവച്ച് രസമാക്കി. ഇപ്പം ഈ ഒരു സൈഡ് മൊത്തം കാട് പിടിച്ച് നമ്മുടെ വേറെ ഈ ഒരു ചെടി നിൽക്കുകയായിരുന്നു. ഇത് നമ്മൾ റീപ്ലാന്റ് ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ ലക്കി ബാമ്പു നട്ടു. ഈ ഒരു സൈഡ് വെറുതെ എടുക്കുന്നതിന് മറ്റേ പ്ലാന്റ് വലിഞ്ഞു കയറുന്ന പ്ലാന്റ് ചീരത്തൈകൾ. പിന്നെ ഈ സൈഡിൽ കുറേ ചീരത്തൈകളൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ പടവലം ഒക്കെ നിൽപ്പുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ഈ അടുത്തടുത്ത ദിവസം നമ്മൾ ബൊഗെയിൻവില്ല വന്നു കണ്ടിട്ടില്ല. അവിടെ ഇവിടെ വഴുതനങ്ങ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ തണ്ണിമത്തന്, ചീര, പയർ എല്ലാം അടുപ്പിച്ചൊരു കൊച്ചു ട്രേ നിൽക്കുന്നുണ്ട്. ട്രേ അല്ല, ടാങ്ക് രണ്ടായിട്ട് മുറിച്ചാണ്. ചീരയുടെയൊക്കെ ലെങ്ത്ത് കണ്ടോ, എൻ്റെ ഹൈറ്റിൻ്റെ പകുതിയോളം വന്നിട്ടുണ്ട് ചീരയൊക്കെ. ഇത്രയും ചെറിയ മണ്ണിലും കിളുക്കും. മണി പ്ലാന്റ് ചുമ്മാ വെച്ചാണ് കയറട്ടെന്നും പറഞ്ഞ്. അപ്പം എന്തായാലും ഉണങ്ങിപ്പോയി, എന്തായാലും കയറുന്നില്ല. അപ്പം താഴോട്ട് എടുക്കട്ടെ. ഇവിടെ നിന്നുണ്ടായിരുന്നു, അതിനകത്ത് ചീര വെച്ചിട്ട് പിന്നെ അത് പാവൽ ഉണങ്ങിയപ്പോൾ ചീര വെച്ചു, അത് ചീര ഉണങ്ങി. പിന്നെ ഇവിടെ മഞ്ഞളായിരുന്നു നേരത്തെ. ഇത് കണ്ടോ, നമ്മുടെ പടവലങ്ങയുടെ ഇതാണ്, വള്ളിയാണ്. ചെറിയ മണ്ണിലെല്ലാം കായ്ക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. പിന്നെ പുൽച്ചെടി അതിൻ്റെ ചുറ്റും വെച്ചിട്ടുണ്ട്. നമ്മുടെ പടവലങ്ങ കായ്ച്ചത് കാണിച്ചു തരാവേ. കണ്ടോ ഗൈസ്, പടവലങ്ങ കായ്ച്ചെടുക്കുന്നുണ്ട് മോൾ കണ്ടോ. ഇതൊക്കെ ഞാൻ തന്നെ നട്ട സാധനങ്ങളാണ്. ഇതിനി നാളെ ഹാർവെസ്റ്റിങ്ങിൻ്റെ വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി. ഇവന് നമ്മുടെ വാളരിപ്പയറിൻ്റെ കൂടെ തന്നെ മറ്റ് സാധനം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പറയുന്നത് തൊമരപ്പയറുണ്ടായിരുന്നു, അത് ഉണങ്ങിപ്പോയി. ഇപ്പം പയർ മാത്രമേ ഉള്ളൂ. പയറപ്പം അത്യാവശ്യം പൂത്തിട്ടൊക്കെ വരുന്നുണ്ട്, പൂവൊക്കെ താഴെയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.